ഹലോ ഗായ്സ്, എന്തെല്ലാം സുഖല്ലേ? ഞാൻ പിന്നെയും വന്നു, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോഹം വീഡിയോ ആണ് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോട്ട് മൂവി കണ്ടു. മൂവീൻ്റെ നിങ്ങളെ തമ്പനയിൽ വായിച്ചിട്ടുണ്ടാവില്ല, കോട്ട് മൂവീൻ്റെ റിവ്യൂ ആണ് ഗൈസ്. എന്താ പറയുക, എന്താ ഞാൻ ഈ പടത്തിനെ കുറിച്ച് പറയേണ്ടത്? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു തലപതി ഫാനാണ് ഗൈസ്. ഒരു തലപതി ഫാനിന് കൂടി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല പടം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല 3G പടം അതന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലൈക്ക് ഡയറക്ടറിനോട് പറയാം, നീ 2 മാസം കൊണ്ട് പാട്ട് എടുത്ത് തരണം. എങ്ങനെയാണ് ചെയ്ത് തീർക്കണമെന്ന് എനിക്കറിയില്ല. ഇത്ര സമയമുള്ളൂ, ഇത്ര സമയത്തുള്ള നീ പാട്ട് എടുത്ത് തീർക്കണം. അങ്ങനെ ചെയ്ത പോലെ ഉണ്ട് ഗൈസ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് ഇടയ്ക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രോയിലൊക്കെ ഗ്രാഫിക്സിൻ്റെ ഒക്കെ കുറവ് എന്താ വെച്ചാൽ കണ്ടവർക്ക് അറിയാം. ഫ്രണ്ട് തുടക്കത്തിൽ ഇൻട്രോ ഫൈറ്റിലേക്ക് കുറേ എന്തൊക്കെയോ അവർക്ക് മെച്ചപ്പെടുത്തായിരുന്നു ഫീൽ ചെയ്തു. പിന്നെ അങ്ങനെ പോയി, ലൈക്ക് കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോയി, നൈസായി. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് അടിച്ചെങ്കിലും അങ്ങനെ ഓക്കെ പോയി. സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും, ഒരു യങ് വിജയനെ പിടിച്ചിട്ടുള്ള ആ യങ് വിജയ് വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. നൈസായിരുന്നു അത്. ഈ സിനിമയിൽ എനിക്ക് ആകെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ യങ് വിജയം കൊണ്ട് കുറച്ച് പരിപാടി ഉണ്ട്. അത് നൈസ് സാധനം, അത് പക്ക സാധനം. അത് ആരെന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചില്ല, അത് അടിപൊളി സാധനമായിരുന്നു. പക്ഷെ ഏറ്റവും യങ്ങായിട്ടൊരു കൊച്ചു കാലത്തുള്ള വിജയനെ കാണിക്കണ്ടായി, ശരിയായില്ല ഗൈസ്. ആ ഫേസ് ഒന്നും അങ്ങോട്ട് സെറ്റായിട്ടില്ല. അത് ലൈക്ക് അതും സമയം കിട്ടാഞ്ഞിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആ ഗ്രാഫിക് അതിൻ്റെ ഒരു പോരായ്മ എനിക്ക് കാണാൻ പറ്റിയതിൽ. ലൈക്ക് ഒരു DAG അങ്ങോട്ട് സെറ്റ് ആയില്ല ഗൈസ്. അതാണ് എനിക്ക്. പിന്നെ പടത്തിന് എന്താ പറയുക, എന്തിട്ട് എല്ലാം ജഡ്ജബിളാണ് ഗൈസ്. ലൈക്ക് ഞാൻ സത്യം പറയാം, ഷസാമിക്കേൻ്റെ വീഡിയോ മറ്റേ സിനിമ കണ്ടതിന് ശേഷം ഷസാമിക്കേൻ്റെ ഇതൊന്നും കണ്ടിട്ടുണ്ടായി, റിവ്യൂ ഒന്നും കണ്ടിട്ടുണ്ടായി. ആള് ഫുള്ളാ പറഞ്ഞിട്ടുണ്ട് എല്ലാം പക്ക മറ്റേ തമിഴ് മൂവിയിൽ. അതേപോലെ ഫസ്റ്റ് ഇൻട്രോ കഴിഞ്ഞ പാട്ട് ആ സാധനമാണ് ഫുള്ള്. പിന്നെ ക്ലൈമാക്സ് ലൈക്ക് ഒരു IPL കമൻട്രി പറയുന്ന പോലെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തിട്ടാ ഗൈസ് ഞാൻ പറയാം, എനിക്കൊന്നും പറയാനില്ല, സത്യം പറയാലോ, ഷോക്കായിപ്പോയി. പിന്നെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ പോലെ ഒരു സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നി, അതും കൂടെ കണ്ടപ്പോൾ എൻ്റെ കിടിയാ പോയി. എന്തിനായിരുന്നു അത്? അങ്ങനെ ഇന്നലെ ലൈക്ക് സെക്കൻഡ് പാർട്ട് ലീഡ്, അതാണ് നിങ്ങൾ അറിയണം ഗൈസ്. സെക്കൻഡ് പാർട്ട് ലീഡ്, തലപതി സെക്കൻഡ് ലാസ്റ്റ് പടമാണ് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് മാത്രം ഗൈസ് തലപതിക്ക് മാത്രമാണ് പടം കാണാൻ പോയത്. തലപതിൻ്റെ ആറ്റിറ്റ്യൂഡും എക്സ്പ്രഷനും ഉണ്ട്. സീൻ അത് ഒരക്ഷര സ്ക്രീൻ പ്രസൻസ് മൂപ്പര വല്ല. ഞാൻ ലൈക്ക് ഡാൻസ് സ്ക്രീനിൽ ആളുള്ളപ്പോൾ ആളെ തന്നെ നോക്കിയിരിക്കും. ലൈക്ക് വേറെ ഒന്നും നോക്കാൻ സമയം കിട്ടില്ല നമുക്ക്. ലൈക്ക് അമ്മായ സ്ക്രീൻ പ്രസൻസ് ആണ് സ്ക്രീനിൽ, ഒരു രക്ഷ ഉണ്ടായില്ല. അടിപൊളി സ്ക്രീൻ പ്രസൻസ്. പിന്നെ അത് തലപതിനെ കാണാനാണ് ഞാൻ തിയേറ്ററിൽ പോയി ഗൈസ്. ഇവിടുന്ന് ഞാൻ ഹനോവറിലാണ് പടം കാണാൻ പോയത്. ഇവിടുന്ന് ഹനോവറിൽ പോയി, എന്നാൽ രാത്രി എത്തിയത്. അതാ ഞാൻ രാത്രി തന്നെ വീഡിയോ എടുക്കണമെന്നുണ്ടായി. വയ്യായിരുന്നു, 2 മണിയായി തിരിച്ചെത്തിയപ്പോൾ. 1:30-2 മണിയായി. പിന്നെ എടുത്തിട്ട് രാത്രി തന്നെ ടൈം പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഉറക്കം ഉണ്ടാവില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് ഷോർട്ട് വീഡിയോ ആണ്, ലൈക്ക് റിവ്യൂ. കാരണം പിന്നെ ലൈവിനെ കുറിച്ച് പറഞ്ഞു കഴിച്ചു. നമ്മൾ ലൈവ് കുറച്ച് ഇഷ്യൂ കാരണം, ഒരു പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഒരാഴ്ചത്തേക്ക് നീട്ടി വെച്ചേക്കാണ്. മോസ്റ്റ്ലി തിങ്കളാഴ്ച അല്ലെങ്കിൽ ട്യൂസ്ഡേ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും ഗൈസ്. മോസ്റ്റ്ലി. കാരണം ഞാനിപ്പോൾ അത് ചെയ്യുന്നത് ശരിയായിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ലൈവ് ഇപ്പോൾ വേണ്ടാന്ന് വെച്ചു. മോസ്റ്റ്ലി നമുക്ക് ലൈവ് തിങ്കൾ ചൊവ്വ കാണാം. അപ്പോൾ ഗൈസ് എല്ലാവരും നമുക്ക് അവിടെ നിന്ന് കാണാം. പിന്നെ വേറെന്തെങ്കിലും പറയണ്ട, പടത്തിൻ്റെ റിവ്യൂ ഇത്രയും ഉള്ളൂ. അത്രേ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരേക്ക് നമുക്ക് പിന്നെ കാണാം. ചൂസ്.